Hello, good afternoon. Good afternoon, teacher. Okay. Medical abbreviations ഒക്കെ പഠിച്ചോ? എടുത്തോടത്തോളൊക്കെ വായിച്ചു നോക്കിയാ? Yes, teacher. പാടാണ്, എന്നാലും അറിയാം. ഞാൻ പറഞ്ഞില്ല, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ എക്സ്ട്രാ നമ്മൾ എഴുതി തന്നത് അത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ജനറൽ ലാംഗ്വേജിലും മെഡിക്കൽ ലാംഗ്വേജിലും മാത്രമല്ല, ജനറൽ ലാംഗ്വേജിലും നമ്മൾ യൂസ് ചെയ്യുന്നതും പിന്നെ കുറച്ച് എക്സ്ട്രാ നമ്മൾ നോട്ട് ചെയ്യുന്നു പറഞ്ഞ് നിങ്ങൾ തരുന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അല്ലാതെ ഇതൊക്കെ മുഴുവൻ നമുക്ക് കാണാതെ പഠിക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് പറ്റാവുന്നിടത്തോളൊക്കെ പഠിക്കാം. എവിടെ വരെയാ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? 255 വരെ പറഞ്ഞു അല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് ഇനി അടുത്തത് നോക്കാം നമുക്ക്. 255 വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 256 നമ്പർ തുടങ്ങിയാണ് കേട്ടാ. അപ്പൊ അടുത്ത ഒരു 3 പേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ പറയുന്നു. അതോടൊപ്പം നിങ്ങളൊന്ന് കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് കോമൺ ആയിട്ട് വരുന്നതൊക്കെ. RL അതാണ് അടുത്തത്. റിംഗേഴ്സ് ലാക്റ്റേറ്റ് എന്നാണ്. റിംഗേഴ്സ് ലാക്റ്റേറ്റ് അല്ലെങ്കിൽ സോഡിയം ലാക്റ്റേറ്റ് എന്നും അതിന് പേരുണ്ട്. അതായത് നമ്മളുടെ ബോഡിയിലില്ലേ, ഇപ്പൊ ബ്ലഡിന്റെ പ്രഷർ ഭയങ്കര ലോ ആകുക, ബ്ലഡിന്റെ വോളിയം കുറയുക, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരുതരം എന്താ പറയാ, അതൊക്കെ റീപ്ലേസ് ചെയ്യാൻ അത്തരം കാര്യങ്ങൾ ചില ഇലക്ട്രോലൈറ്റ്സും അതുപോലെ തന്നെ ഫ്ലൂയിഡ്സും ഒക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ആണ്. ഒരു ബോട്ടിൽ ഫോമിലാണ് അത് വരിക. നമ്മൾ ഈ ഗ്ലൂക്കോസിന്റെ ഒക്കെ പോലെ തന്നെ അതുപോലെ ഒരു എക്സ്ട്രാ മറ്റൊരു ഫ്ലൂയിഡ് ആണ് സോഡിയം ലാക്റ്റേറ്റ് എന്നും അതിന് പേരുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് RL റിംഗേഴ്സ് ലാക്റ്റേറ്റ് അല്ലെങ്കിൽ സോഡിയം ലാക്റ്റേറ്റ് എന്ന് പേരുണ്ട്. ഇറ്റ്സ് യൂസ്ഡ് ഫോർ റീപ്ലേസിംഗ് ദ ഫ്ലൂയിഡ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഇൻ ദോസ് ഹു ഹാവ് ലോ ബ്ലഡ് വോളിയം ഓർ ലോ ബ്ലഡ് പ്രഷർ. ഇതൊക്കെ കുറയുന്നവർക്ക് അല്ലെങ്കിൽ ലോ എന്താ പറയാ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും ബ്ലഡ് വോളിയം ഉള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഈ ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഒക്കെ എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് റിംഗേഴ്സ് ലാക്റ്റേറ്റ് അല്ലെങ്കിൽ സോഡിയം ലാക്റ്റേറ്റ്. RL എന്നാണ് അതിനെ അബ്രീവിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത RLL റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വേറെ പഠിച്ചില്ലോ, ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ് പഠിച്ചല്ലോ അല്ലെ? എന്തായിരുന്നു അതിന്റെ അബ്രീവിയേഷൻ? ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ് ഏതായിരുന്നു പറഞ്ഞിരുന്നു? ഏതായിരുന്നു? ലെഫ്റ്റ് അപ്പർ എന്നാണ് പഠിച്ചത് അല്ലെ? ലോവർ അല്ല, ലെഫ്റ്റ് അപ്പർ ആണ്. LUL പഠിച്ചു. LUL ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ് എന്ന് പഠിച്ചു നമ്മള്. ഇത് റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ് ആണ്. ഇത് നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ 4ആയിട്ട് തരം തിരിച്ചിട്ട് അതിനകത്ത് റൈറ്റ് സൈഡിൽ ഉള്ളതാണ് ഇപ്പൊ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അടുത്ത RLQ റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ ആണ് കേട്ടോ. അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന്റെ ഭാഗമാണ്. അവിടെ അതിനെ ഇതുപോലെ തന്നെ 4 ക്വാഡ്രന്റ്, 4 ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ ക്വാഡ്രന്റ് എന്നാണ് അർത്ഥം. 4 ഭാഗമാക്കുക, 1/4 അതിൽ ഒരു ഭാഗമാണ്. അതിൽ റൈറ്റ് സൈഡിലെ താഴെയുള്ള ഭാഗം, റൈറ്റ് സൈഡിലും താഴെയുള്ള ഭാഗവുമായിരിക്കും RLQ എന്ന് പറയുന്നത്. RN രജിസ്റ്റേർഡ് നേഴ്സ് ആണ്. RN എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് നേഴ്സിനെ അബ്രീവിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അടുത്ത R/O റൂൾ ഔട്ട്.
ലാസ്റ്റ് എഴുതി തരാം കേട്ടോ. ഈ പേജിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് എഴുതേണ്ടത് ഞാൻ നോട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ അത് കേട്ടിരിക്കുക. എന്താണ് R/O ആണ് റൂൾ ഔട്ട് എന്നാണ് അതിനെ അബ്രീവിയേറ്റ് ചെയ്തിരിക്കുന്നത്. ROM അല്ലെ, എന്താണ് റേഞ്ച് ഓഫ് മോഷൻ അല്ലെങ്കിൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ, അതൊക്കെയാണ്. ജസ്റ്റ് വായിച്ചാൽ മതി, ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ഓർത്തിരിക്കുക. റേഞ്ച് ഓഫ് മോഷൻ ROM. RUL റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ് ആണ്. നേരത്തെ നമ്മൾ RLQ പറഞ്ഞില്ലേ, RLL പറഞ്ഞില്ലേ, റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് ലോവർ ആണ്, താഴെയുള്ളതായിരുന്നു. RUQ എന്ന് പറയുന്നത് റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ആണ്, റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ് ആണ്. RUL എന്ന് പറയുമ്പോൾ L ലങ് ആണ് കേട്ടോ. RUQ അതുപോലെ തന്നെ ഉണ്ട്, റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡമൻ. റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡമൻ എന്താണ്, RUQ എന്നാണ് അതിനെ ഷോർട്ടാക്കി അബ്രിവിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് RX പ്രിസ്ക്രിപ്ഷൻ. ഒരു സ്മോൾ ലെറ്റർ X ആണ് കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. പ്രിസ്ക്രിപ്ഷനെ അബ്രീവിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് RX എന്ന് പറയുന്നത്. അടുത്തത് S ഇട്ടിട്ട് ഒരു ചെറിയ ഹൈഫൺ വിത്തൗട്ട് എന്നാണ്. വിത്തൗട്ടിനെ ഷോർട്ട് ആക്കിയിരിക്കുന്നതാണ് S ഇട്ടിട്ട് ഒരു ചെറിയ ഹൈഫൺ. SC ബോത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. സബ്ക്യൂട്ടേനിയസ് സെക്രട്ടറി കമ്പോണന്റ് എന്നാണ് ഇതിനർത്ഥം. സബ്ക്യൂട്ടേനിയസ് സെക്രട്ടറി കമ്പോണന്റ് SC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്താ പറയാ, നമ്മളുടെ സ്കിന്നിന്റെ അടിയിൽ കൊടുക്കുന്ന ഈ സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഷോർട്ട് ഫോം. SCന്റെ ഷോർട്ട് ഫോം ശരിക്കും അതേ ഉള്ളൂ, സബ്ക്യൂട്ടേനിയസ് എന്നാണ് അതിന്റെ അർത്ഥം. അത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതാണ്, SCനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതാണ് SC സബ്ക്യൂട്ടേനിയസ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ വെയിനി കൊടുക്കുന്നുണ്ട്, സ്കിന്നിന്റെ താഴേക്ക്. ഇപ്പൊ ഡോഗ് ബൈറ്റ് ഒക്കെ വരുമ്പോ ഒക്കെ സ്കിന്നിനടിയിലാണ് ഇഞ്ചക്ഷൻ ചെയ്യുക, വെയിനിൽ കൊടുക്കില്ല അത്തരം ഇഞ്ചക്ഷൻസ്, മനസ്സിലായോ? അപ്പൊ സബ്ക്യൂട്ടേനിയസിനെ ഷോർട്ട് ആക്കിയിട്ടാണ് SC. ആ സെക്രട്ടറി കമ്പോണന്റ് എന്നുള്ളതിന് വേണമെന്ന് നിർബന്ധമില്ല കേട്ടാ. SC സബ്ക്യൂട്ടേനിയസ് ആണ്. അടുത്തത് SICU സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർജറി ഒക്കെ നടത്തിയതിനു ശേഷമൊക്കെ ചിലപ്പോ വളരെ തീവ്രമായിട്ട് പരിചരിക്കേണ്ട ഒരു പേഷ്യൻസ് ആണെങ്കിൽ അവരെ സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ അതിന് ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയവരെ, ഭയങ്കര വലിയ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നവർക്ക് ക്രിട്ടിക്കൽ എന്താ പറയാ, അവര് ചിലപ്പോൾ അബോധാവസ്ഥയിൽ തന്നെയായിരിക്കും. ആ സർജറി കഴിഞ്ഞതിന് ശേഷവും കുറച്ചധികം നേരമൊക്കെ ചിലപ്പോൾ അവർക്ക് കോൺഷ്യസിലേക്ക് വരാനായിട്ടൊക്കെ സമയം എടുക്കും. അപ്പൊ അത്തരം സമയം വരെയൊക്കെ അവിടെ സർജറി റൂമിൽ തന്നെ അവരെ അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെ വേഗം ഏതെങ്കിലും ഒരു ഇതിലേക്ക് മാറ്റും. അതാണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് SICU. അടുത്ത SIDS ആണ്, സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം ആണ്. സഡൻ ഇൻഫന്റ് ഡെത്ത്, അത് കൊച്ചുകുട്ടികളൊക്കെ ജനിക്കുമ്പോ തന്നെ എന്താ പറയാ മരണപ്പെടുക. SIDS സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം. അതായത് പല എന്താ പറയാ രോഗങ്ങളിലെ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രോഗലക്ഷണങ്ങളുടെ ഒക്കെ പല കാരണങ്ങളാകാം. ഒരു കാരണം മാത്രമല്ല, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പല രോഗങ്ങൾക്ക് ലക്ഷണമായിട്ട് കാണിക്കുക, അതാണ് സിൻഡ്രോം. അപ്പൊ അത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരു കുട്ടി ജന്മനാ തന്നെ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്ന അവസ്ഥ സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം ആണ്. SIDSനെ എന്താ പറയാ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടാം. SL സബ്ലിംഗ്വൽ എന്നാണ്. SLന്റെ അർത്ഥം സബ്ലിംഗ്വൽ, അതല്ലെങ്കിൽ സിറ്റുവേറ്റഡ് അണ്ടർ ദ ടങ്. അതായത് നമുക്ക് എന്താ പറയുക, സബ്ലിംഗ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മെഡിസിൻസ് നമ്മുടെ നാവിനടിയിലൊക്കെ വെക്കാൻ വേണ്ടി കൊടുക്കും ചില പ്രോബ്ലംസിനൊക്കെ. ഇത് പെട്ടെന്ന് അത് എന്താ പറയാ ഏതെങ്കിലുമൊക്കെ പല ഭാഗത്തു കൂടിയൊക്കെ കടന്നുപോയി അത് ബ്ലഡിലേക്കൊക്കെ മെഡിസിൻ കലരാൻ വേണ്ടിയിട്ട് നാവിന് അടിയിൽ വെക്കുന്ന ഒരു സംഭവം. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് തന്നെ അത് അലിഞ്ഞു പോകുക, അവിടെ നാവിന് അടിയിൽ വെച്ചിരിക്കുക കുറച്ചു നേരം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് എന്താ സബ്ലിംഗ്വൽ. അതിനെ ഷോർട്ടാക്കി പറഞ്ഞിരിക്കുന്നതാണ് SL. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒട്ടും ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന നല്ലതാണ്, നമുക്ക് അറിയണമല്ലോ ഇതൊക്കെ എന്താണെന്നൊക്കെ. SOB ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. മനസ്സിലായിട്ടുണ്ടോ? ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് എന്ന് പറയുന്നത് ബ്രീത്തിന്റെ അളവ് വളരെയധികം ഷോർട്ട് ആകുക. SQ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട സബ് ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ സബ് ക്യൂട്ടേനിയസ് SC എന്നും SQ എന്നും ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഇവിടെ വേറെ, സബ് Q എന്ന് SUB സബ് എന്ന് എഴുതിയിട്ട് ഷോർട്ടാക്കി ചെറുതാക്കി എഴുതിയിട്ട് അതുപോലെ തന്നെ Q കൂടി ചേർത്ത സബ് ക്യൂട്ടേനിയസ്. 3 അബ്രീവിയേറ്റഡ് ഫോം ഉണ്ട് കേട്ടോ സബ് ക്യൂട്ടേനിയസിന്. സബ് ക്യൂട്ടേനിയസിന്റെ 3 ഫോമുകൾ ഏതൊക്കെയാണ് നോക്കിയേ. സബ്ക്യൂട്ടേനിയസ് എന്ന് പറയുന്നതിന്റെ 3 അബ്രീവിയേറ്റഡ് ഫോം ഏതൊക്കെയാ? ചിലപ്പോ അങ്ങനെയൊക്കെ ചോദ്യം വരും. 3 ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 1-ൽ കൂടുതൽ പ്രാവശ്യമൊക്കെ ഒരേ രീതിയിൽ അബ്രീവിയേറ്റഡ് ആകുന്നതോ അല്ലെങ്കിൽ ഒരേപോലെ തന്നെ തോന്നുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ സബ്ക്യൂട്ടേനിയസിന് ഒന്ന് പറയാമോ? 3 ഏതൊക്കെയാ അബ്രീവിയേറ്റഡ് ഫോം? SQ
SUBQ. SUBQ. ഒരോടെയും SC. SC. 3 എണ്ണം ഉണ്ട് കേട്ടോ, ഓർത്തിരിക്കുക. ഇനി ഡബിൾ എസ്സുകളാണ്, അതായത് ഷോർട്ട് ഫോമിൽ സ്മോൾ ലെറ്റേഴ്സിൽ 2 എസ്സുകളാണ് തന്നിരിക്കുന്നത്. ഹാഫിനെയാണ് സൂചിപ്പിക്കുക, പകുതി. S/S രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് എസ്സുകളാണ്. സൈൻസ് ആൻഡ് സിംറ്റംസ്, അടയാളങ്ങളും ലക്ഷണങ്ങളും അങ്ങനെയൊക്കെയാണ് എസ് ഓർ എസ് എന്ന് പറയുമ്പോൾ S/S എന്നതുകൊണ്ട് എഴുതിയിരിക്കുന്നത്. അടുത്ത STAT, സ്റ്റാറ്റ്, ഇമ്മീഡിയറ്റ്ലി എന്ന അർത്ഥമാണ് സ്റ്റാറ്റിന്. STAT ഷോർട്ടാക്കി എഴുതുന്നത് ഇമ്മീഡിയറ്റ്ലി എന്ന വാക്കിന് പകരമാണ്. STD കോൾ ചെയ്യുന്നതല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. STD സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്, അതായത് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അതാണ് അതിനെ ഷോർട്ടാക്കിയിരിക്കുന്നതാണ്. അതായത് പല സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്ന ഒരു ഇതാണ് STD. അടുത്തത് നമ്മൾ പറഞ്ഞു സബ്ക്യൂ എന്ന് പറയുന്നത് സബ്ക്യൂട്ടേനിയസിനെ സൂചിപ്പിക്കുന്നതാണ്. SVT സുപ്രാവെൻട്രിക്കുലർ ടാക്കികാർഡിയ ആണ്. SVT സുപ്രാവെൻട്രിക്കുലർ ടാക്കികാർഡിയ എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മളുടെ സാധാരണ നോർമൽ സ്റ്റേജിൽ നിന്ന് ഹാർട്ട് ബീറ്റ് വളരെയധികം ഫാസ്റ്റർ ആകുക, വളരെ വേഗത്തിലാകുന്ന ഒരു അവസ്ഥ കേട്ടോ. എ കണ്ടീഷൻ ഇൻ വിച്ച് ഹാർട്ട് സഡൻലി ബീറ്റ്സ് മച്ച് ഫാസ്റ്റർ ദാൻ നോർമൽ. നോർമലിനേക്കാൾ വളരെ ഫാസ്റ്റർ ആയിട്ട് ഹാർട്ട് ബീറ്റുകൾ ഉണ്ടാകുന്നതിനെയാണ് സുപ്രാവെൻട്രിക്കുലർ ടാക്കികാർഡിയ എന്ന് വിളിക്കുക. SVT എന്നാണ് അതിനെ ഷോർട്ട് ചെയ്യുക. SX ആണ് അടുത്തത്. S സ്മോൾ ലെറ്റർ X ആണ്. സിംറ്റംസ് എന്നാണ് അതിനെ സൂചിപ്പിക്കുക. SYM സിംറ്റംസിനെ മറ്റൊരു രീതിയിൽ സൂചിപ്പിക്കുക. അപ്പൊ 2 എണ്ണം ഉണ്ട് സിംറ്റംസിനെ സൂചിപ്പിക്കുന്നത്, SX ഓർ SYM. അത് രണ്ടും സിംറ്റംസിന്റെ ഷോർട്ട് ഫോം ആണ്, അബ്രീവിയേറ്റഡ് ഫോം ആണ്. ഓക്കെ, അപ്പൊ ഈ പേജിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ടത് ഒന്ന് വേഗം എഴുതി വെക്കാം. RL എന്ന് എഴുതാ നോട്ട്ബുക്കില്. RL ഒരു ഹൈഫൻ ഇടാ. റിംഗേഴ്സ് ലാക്ടേറ്റ് ഓർ സോഡിയം ലാക്ടേറ്റ്, രണ്ടും എഴുതിയേക്ക് കേട്ടോ, ഓർ ഇട്ട് എഴുതാം. സോഡിയം ലാക്ടേറ്റ്, റിംഗേഴ്സ് ലാക്ടേറ്റ് ഓർ സോഡിയം ലാക്ടേറ്റ്. ഓക്കെ, അതിന്റെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. ഈസ് യൂസ്ഡ് ഫോർ റീപ്ലേസിംഗ് fluids. FLUIDS, fluids, and electrolytes. ELECTROLYTES, electrolytes in those who have low blood volume. ബ്ലഡിന്റെ അളവ് കുറയുക, ബ്ലഡ് കുറവാന്നൊക്കെ കേട്ടല്ലേ നമ്മള്, അതിന് എക്സ്ട്രാ കൊടുക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. ലോ ബ്ലഡ് വോളിയം ഓർ ലോ ബ്ലഡ് പ്രഷർ കഴിഞ്ഞോ? എഴുതിയോ? ഓക്കെ, അടുത്തത് SC എന്താണ്? നമ്മൾ സബ്ക്യൂട്ടേനിയസ് പറഞ്ഞു, അതിന്റെ ഒരു ഹൈഫ്രേറ്റഡ് ചെയ്ത സബ്ക്യൂട്ടേനിയസിനെ ഒരു ഹൈഫ്രേറ്റഡ് ചെയ്ത. ഇഞ്ചക്ഷൻ ഗിവൺ അണ്ടർ ദ സ്കിൻ. അടുത്തത് സബ്ലിംഗ്വൽ. ഏതിന്റെയായിരുന്നു? സബ്ലിംഗ്വൽ എന്തിന്റെയായിരുന്നു? SL, സബ്ലിംഗ്വൽ. SL എന്നിട്ടിട്ട് ഒരു ഹൈഫ്രേറ്റഡ് ചെയ്ത സബ്ലിംഗ്വൽ. ഒരു ഹൈഫ്രേറ്റഡ് ചെയ്ത സിറ്റുവേറ്റഡ് അണ്ടർ ദ ടങ്. situated under the tongue. TONGUE, situated under the tongue. Sublingual. അടുത്തത് നമ്മൾ പറഞ്ഞത് SVT ആണ്. SVT supraventricular tachycardia. എഴുതി വെക്കാം. supraventricular tachycardia
എഴുതി തരുന്നത് എന്തായാലും പഠിക്കേണ്ടി വരും കേട്ടോ. ടക്കികാർഡിയ അതെന്താന്ന് എഴുതി വെക്കുക. എ കണ്ടീഷൻ where 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 heart beats faster than normal. ഓക്കെ, അത്ര മതി. അതിനകത്ത് ആ പേജില് അത്രയും എക്സ്ട്രാ 1 2 3 4 എക്സ്ട്രാ പറഞ്ഞത്. ചിലതൊക്കെ നമുക്ക് അറിയാം. SC ഇഞ്ചക്ഷൻ, അതായത് സബ്ക്യൂട്ടേനിയസ് ആണ്. അത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതും പിന്നെ ബാക്കിയുള്ള 3 അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ അറിയാവുന്ന ചില കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഓർത്തിരിക്കുക. അല്ലാത്തതൊന്നുമില്ല. ഇനി അടുത്ത പേജിലേക്ക് നോക്കാം. നമുക്കത് ആ പേജ് ഉള്ളത് 3 അങ്ങോട്ട് തീർത്തേക്കാം. എന്നിട്ട് ബാക്കി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്ട്രാ ചെയ്യാം. ടാബ് ആണ്, TAB, ടാബ്. ടേബിളിനെ സൂചിപ്പിക്കാനാണ് ടാബ്. സ്മോൾ ലെറ്റർ TAB എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ടേബിളിനെ ഡിനോട്ട് ചെയ്യാനാണ് ടാബ് എന്ന് അബ്രീവിയേറ്റ് ചെയ്തിരിക്കുന്നത്. TB ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് രണ്ടും. TB ട്യൂബർകുലോസിസ്. എന്താണ് ട്യൂബർകുലോസിസ്? കേട്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ കാണുന്നില്ല ഇങ്ങനെ ഒരു രോഗം. അത് തന്നെ, ക്ഷയരോഗമാണ്. അത് പണ്ടൊക്കെ ഭയങ്കര കോമൺ ആയിരുന്നു. ഒരുപാട് പണ്ടൊക്കെ. ഇന്നൊക്കെ കുറെ ആളുകളൊക്കെ ഇതൊക്കെ കൂടുതലും വരുന്നത് സ്മോക്കിങ്ങിലൂടെയൊക്കെയാണ് കൂടുതലും. അപ്പൊ ആളുകളൊക്കെ ഇപ്പൊ കുറെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗമൊക്കെ കുറച്ചല്ലോ. അപ്പൊ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ലങ് കണ്ടീഷനിൽ ഇൻഫെക്ഷൻസ് വരുന്നതാണ്. TB എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ഇൻ അവർ ലങ്സ്, അതിനെയാണ് TB എന്ന് വിളിക്കുക. അടുത്ത TBA, ടു ബി അഡ്മിറ്റഡ് ഓർ ടു ബി അനൗൺസ്ഡ്, അതിനെയാണ് TBA എന്ന് അബ്രീവിയേറ്റ് ചെയ്തിരിക്കുന്നത്. ടു ബി അഡ്മിറ്റ് ചെയ്യാനുള്ളത്, ടു ബി അനൗൺസ്ഡ്. ഇതിൽ ഏതെങ്കിലും നോക്കാം. അടുത്ത TBSP, നേരത്തെ നമ്മൾ TAB ടേബിൾ എന്ന് പറഞ്ഞു. TBSP ടേബിൾ സ്പൂണിനെ സൂചിപ്പിക്കുന്ന ടേബിൾ സ്പൂൺ. മരുന്നൊക്കെ കൊടുക്കുമ്പോ എന്താ പറയാ, പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ലിക്വിഡ് ഫോമിലുള്ള മരുന്നുകൾ എത്ര കൊടുക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അതിന് പകരം അവർക്ക് അത് അബ്രീവിയേറ്റ് ചെയ്ത് TBSP എന്ന് ഉപയോഗിക്കാം. TECH, ടെക് അല്ലെങ്കിൽ ടെക്നീഷ്യൻ, ടെക്നോളജിസ്റ്റ്. അതാണ് ടെക്കിനെ സൂചിപ്പിക്കുന്നത്. ടെക്നീഷ്യൻ, ടെക്നോളജിസ്റ്റ്. കാർഡിയോ ടെക്നോളജിസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള എന്താ പറയാ ഹോസ്പിറ്റലിൽ ടെക്നിക്കൽ മെഷീൻസ് ഒക്കെ നമ്മൾ എന്താ പറയാ റൺ ചെയ്യേണ്ടി വരുമ്പോൾ അത് പ്രവർത്തിപ്പിക്കുന്നതിനും അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നതിന് അതിന് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അവരെയാണ് നമ്മൾ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റ് എന്ന് വിളിക്കാം. കാർഡിയോ ടെക്നോളജിസ്റ്റുകൾ ഉണ്ട്. അതായത് അവിടുത്തെ എന്താ പറയാ TMT, അത് എന്താ പറയാ, പിന്നെ എക്കോ കാർഡിയോഗ്രാം, അതുപോലെ തന്നെ മറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരൊക്കെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവര്. അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് ശീലിച്ചവരാണ്. അടുത്തത് TIA ആണ്, ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് ആണ്. ഇസ്കെമിക് അറ്റാക്ക് ആണ് കേട്ടാ. ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് എന്നാണ് അതിന്റെ എന്താ പറയാ TIA എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറഞ്ഞ ഇതാണ്, മിനി സ്ട്രോക്ക് ആണ്. സ്ട്രോക്ക് അത്ര ഗൗരവമേറിയതല്ല, പക്ഷെ എങ്കിലും ഒരു മിനി സ്ട്രോക്ക് ആണ്. ഇത് നമ്മളുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് ബ്ലഡ് സപ്ലൈ കുറഞ്ഞു പോകുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു മിനി സ്ട്രോക്കിനെയാണ് TIA, ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് TID, 3 times a day എന്ന് സൂചിപ്പിക്കുന്നു. TID 3 times a day. TKO, ടു കീപ് ഓപ്പൺ, വെയിൻ ഓപ്പൺ ആക്കി വെക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട് എവിടെയൊക്കെയോ അല്ലെ. അപ്പൊ TKO എന്ന് പറയുന്നത് ടു കീപ് ഓപ്പൺ എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. TPR, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ. ടെമ്പറേച്ചറും പൾസും റെസ്പിറേഷനും ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ TPR എന്ന് പറയുള്ളൂ കേട്ടോ. അടുത്ത TSP, നമുക്കറിയാം നേരത്തെ ടേബിൾ സ്പൂൺ. TBSP എന്ന് പറഞ്ഞു. ഇത് TSP മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാണ്? ടീസ്പൂൺ ആണ് കേട്ടോ. നെക്സ്റ്റ് TX, ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റിന് TX എന്നേ സൂചിപ്പിക്കുകയുള്ളൂ. യൂണിറ്റ് ആണ്. UA, യൂറിനാലിസിസ്. യൂറിനാലിസിസ് മീൻസ് നമ്മുടെ യൂറിൻ പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി, ഏതെങ്കിലും അസുഖങ്ങൾക്ക് ചിലപ്പോ നമ്മൾ എന്താ പറയാ മാറാതെ വരുമ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ആ അനാലിസിസ് നടത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ഫർദർ എന്ത് ട്രീറ്റ്മെന്റാ കൊടുക്കേണ്ടതെന്നൊക്കെ ആലോചിക്കാം. അപ്പൊ UA യൂറിനാലിസിസ് ആണ്. UE, അപ്പർ എക്സ്ട്രിമിറ്റി ആണ്. UE, അപ്പർ എക്സ്ട്രിമിറ്റി. USP എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ എന്നാണ്.
കൊപ്പിയ എന്നാണ് കേട്ടോ. അത് യുണൈറ്റഡ്, അതായത് ഒരു നാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. അത് ഈ അമേരിക്കക്കാര് ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡേർഡ് ആണ്. പല ഹോസ്പിറ്റലിൽ വരുന്ന മരുന്നുകളെ കുറിച്ചിട്ടൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ അവർ ഉപയോഗിക്കുന്ന ഒരു നാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. അവർ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് വന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ, USP. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, യൂറിൻ ഇൻഫെക്ഷൻ ആണ്. അടുത്ത VD, വെനേറിയൽ ഡിസീസ് ആണ്. എന്താ പറയാ, നമ്മുടെ സെക്ഷൽ ഹോർമോൺസ് കൊണ്ട് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ, ലൈംഗിക രോഗങ്ങളാണ് VD. പിന്നെ VOL, വോളിയം. VS, വൈറ്റൽ സയൻസ്. വൈറ്റൽ സയൻസ് എടുക്കണം. അതായത് ചില രോഗങ്ങൾക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എന്താ പറയാ, ഡോക്ടേഴ്സ് നഴ്സുമാരോട് ആദ്യം അവരുടെ വൈറ്റൽസ് എടുക്കാനാ പറയാം. ടെമ്പറേച്ചർ നോക്കുന്നതും പൾസ് റേറ്റ്, അതായത് നമ്മുടെ BP നോക്കുന്നതും ഒക്കെ വൈറ്റൽ സയൻസിൽ പെട്ടതാണ്. പ്രധാനപ്പെട്ട വൈറ്റൽ സയൻസുകൾ അതൊക്കെയാണ്. അടുത്തത് W എന്ന് പറഞ്ഞിട്ട് സ്ലാഷ് ഇട്ടിട്ടുണ്ട്. വിത്ത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. WBC നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം, വൈറ്റ് ബ്ലഡ് സെൽസിനെ സൂചിപ്പിക്കുന്നതാ. WNL, വിത്തിൻ നോർമൽ ലിമിറ്റ്സ്, വിത്തിൻ നോർമൽ ലിമിറ്റ്സ്, പരിധിപ്പെട്ടത് എന്നർത്ഥം. അതിനെ സൂചിപ്പിക്കാനാണ് WNL. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ. W ഒരു /O ഇട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ സ്മോൾ ലെറ്റേഴ്സ് ആണ്, വിത്ത് ഔട്ട് ആണ്. വിത്തിന് മാത്രമാണെങ്കിൽ W ഇട്ടിട്ട് ഒരു സ്ലാഷ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. W/O കൂടി ഇടുമ്പോൾ വിത്തൗട്ടിനെ സൂചിപ്പിക്കാനുള്ള അബ്രീവിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ടത് ഏതാണെന്ന് ഞാൻ പറയാം. അതൊന്ന് എഴുതി വെച്ചേക്കാം. ആദ്യത്തേത് TB. ഏതാ TB? അതിന്റെ എക്സ്പാൻഷൻ ഫോം ചെയ്ത ട്യൂബർക്യുലോസിസ്. ട്യൂബർക്യുലോസിസ്, TUBERCULOSIS, ട്യൂബർക്യുലോസിസ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് ചെയ്ത ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷൻ. ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷൻ യൂഷ്വലി affects lungs. lung, LUNGS, lungs. അടുത്തത് TIA. എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. TIA, ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക്. ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് ഓർ മിനി സ്ട്രോക്ക്. ഓർ മിനി സ്ട്രോക്ക് എന്നും അതിന് പറയാം. ഓർ മിനി സ്ട്രോക്ക് happens due to temporary, താൽക്കാലികമായിട്ട് കുറച്ചു നേരത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ അത്. due to temporary disruption, DISRUPTION, temporary disruption in blood supply. Disruption in blood supply to the part of the brain. ബ്രെയിൻ്റെ ഒരു വശത്ത് ആ ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ടാകാതെ എന്തെങ്കിലും പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് അങ്ങനെ ഒരു തടസ്സം നേരിടുക, അതിനെയാണ് നമ്മൾ TIA എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് എന്ന് വിളിക്കുക കേട്ടാ. അത് ഒരു മിനി സ്ട്രോക്ക് ആണ്. അടുത്തത് USP. അത് എന്താണെന്ന് മാത്രം നോട്ട് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് അത് എന്താണ് അതിന്റെ കാര്യങ്ങളൊന്നും വേണ്ട. യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയ അല്ലെങ്കിൽ കപ്പിയ എന്നൊക്കെ പറയാം. നാഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർഡ് ബൈ US എന്ന് എഴുതിയാൽ മതി. നാഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർഡ് ബൈ US. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ആ ഒരു പേജ്, അതിൽ കൂടുതലൊന്നും നമുക്ക് എഴുതാനും പഠിക്കാനും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് വേഗം നോക്കിയേ.
ജസ്റ്റ് നോക്കിയാൽ മതി വേഗം. യോ വായിച്ചില്ലേ? വായിച്ചു നോക്കിയോ? വായിച്ചു ടീച്ചർ. ഓക്കെ. അടുത്തത് കൂടി നോക്കാം. അടുത്തത് ഏതാ? WT വെയിറ്റ്. നമ്മൾ സാധാരണ നോർമൽ ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത് വെയിറ്റിനെ നമ്മൾ ഷോർട്ടാക്കി WT എന്ന് എഴുതും. നെറ്റ് വെയിറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ എവിടെയെങ്കിലൊക്കെ നമ്മളുടെ വാങ്ങിക്കുന്ന ചില സാധനങ്ങളുടെ ഒക്കെ പാക്കറ്റിന്റെ പുറത്തും നെറ്റ് വെയിറ്റ് NET എന്ന് എഴുതിട്ട് വെയിറ്റ് ഫുൾ ചെയ്തില്ല, WT എന്ന് എഴുതും. വെയിറ്റ് തന്നെയാണ്. അപ്പൊ വെയിറ്റ് ഭാരം അതാണ്. അടുത്തത് YO ഇയർ ഓൾഡ് എന്നാണ്. YO സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചത്. ഇയർ ഓൾഡ് ഇത്ര വയസ്സുള്ളത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ് ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. എക്സെപ്റ്റ് അതൊഴികെ, ഒഴികെ എന്ന് അർത്ഥം വരുന്ന എക്സെപ്റ്റ്, അത് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൻ. അടുത്തത് 1 ഇട്ടിട്ട് ഒരു ചെറിയ 0 പൊക്കത്തിൽ ഇട്ടിട്ടുണ്ട്. പ്രൈമറിയെ സൂചിപ്പിക്കുന്നത് ഒന്നാമത്തേത്, ഫസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രൈമറി പ്രാഥമികം, അതാണ്. സെക്കൻഡറിനെ സൂചിപ്പിക്കാനാണ് 2 ഇട്ടിട്ട് അതുപോലെ തന്നെ മുകളിൽ ഒരു 0. അതായത് 2 ഡിഗ്രി എന്ന് പറയുന്നത് 20, അതായത് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ മുമ്പിലാണ് ആ സാധനം വരെ. ഡിഗ്രി സെൽഷ്യസിന് മുമ്പിൽ 0 ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് C ചെയ്ത. ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിലും 0 മോളിൽ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് F ചെയ്ത. അപ്പൊ ഡിഗ്രി ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും എഴുതുന്നത് പോലെയല്ല, ഇത് 1 ഡിഗ്രി എന്ന് വായിക്കരുത്. 1 എന്താ പറയാ, അതൊരു 0 ഇടുമ്പോൾ പ്രൈമറി എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതുപോലെ 2 ഇട്ടിട്ട് 0 എഴുതുമ്പോൾ സെക്കൻഡറി. അടുത്തത് എന്താ പറയാ, ചില ടെമ്പറേച്ചർ ഒക്കെ കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻക്രീസ്ഡ് ഡിക്രീസ്ഡ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇൻക്രീസ്ഡിനെ സൂചിപ്പിക്കാൻ ഒരു എന്താ പറയാ 3D മോഡലിലുള്ള ഒരു അപ്വേർഡ് ആരോ മാർക്കാണ് കാണിച്ചേക്കണേ. 3D മോഡലിലുള്ള ഒരു അപ്വേർഡ് ആരോ മാർക്ക്. അതുപോലെ ഡിക്രീസ്ഡിനെ കുറഞ്ഞു, അത് താഴോട്ടേക്ക് ഉള്ള ഒരു ആരോ മാർക്കാണ് സൂചിപ്പിക്കുക. അടുത്തത് എന്താണ്? നോട്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നൺ എന്നൊക്കെ കാണിക്കാൻ എന്താ, ഒരു 0 ഇട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു വര. നൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നൾ ഇല്ല, empty ഒന്നുമില്ല എന്നൊക്കെ. നോട്ട്, നോൺ, എന്താ പറയാ നോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് 0 ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ കൂടി ഒരു വരയാണ്. അടുത്ത R, റൈറ്റ്. റൈറ്റ് ആണ് വലതുവശം. L ലെഫ്റ്റിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് ഒരു M അല്ല, അത് ന്യൂ എന്നൊക്കെ പറയും അതിന് അത് സൂചിപ്പിക്കുന്നത് മൈക്രോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും ചെറുത്, മില്യൺത്ത് ഒക്കെ പറയാം, അതിൽ ഒരു ഭാഗം. അതിനെയാണ് നമ്മൾ M എന്ന് പറയുന്ന വളരെ സൂക്ഷ്മമായത്, വളരെ ചെറുത്, അതിനെ സൂചിപ്പിക്കാനുള്ള ഒരു സിമ്പിൾ ആണത്. ഒരു M എഴുതാൻ വേണ്ടി നമ്മൾ തുടങ്ങുന്നത് പോലെ എഴുതിയിട്ട് കുറച്ച് നീട്ടം കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാണുമ്പോൾ മനസ്സിലാവണല്ലേ? കാണാണ്ടോ? ക്ലിയർ ആണോ? നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിൽ ക്ലിയർ ആണോ മൈക്രോന്റെ ആ ഒരു രൂപം? ഈ ബികോംകാർ കൂടുതലുള്ളത് കൊണ്ട് ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു സംശയം. ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഒരു സാധനം? ഈ ഒരു സിമ്പിൾ കണ്ടിട്ടില്ല? ന്യൂ ആ ഒരു സിമ്പിള്. ഓക്കെ. അപ്പൊ മൈക്രോനെ സൂചിപ്പിക്കാനുള്ള ഒരു സിമ്പിൾ ആണ്. അടുത്ത A, ആൽഫ. അപ്പൊ എന്താ, ബിന്റെ അവിടേക്ക് താഴേക്ക് ഒരു ഇച്ചിരി നീട്ടിയിട്ട് ബീറ്റ. ആൽഫ ബീറ്റ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അതാണ്. അതില് A, ആൽഫ, B ഇട്ടിട്ട് ചെറിയ നീട്ടം, അത് ബീറ്റ. പിന്നെ എന്താണ്? പിന്നത്തത് ഒരു എന്താ പറയാ, ഇതിങ്ങനെ ഒരു സാധനമാണ്. ഈ നമ്മൾ ഇങ്ങനെ ചെറിയ പുഴുവൊക്കെ പോലെ ഇങ്ങനെ ഇരിക്കും. അതെന്തിനെ സൂചിപ്പിക്കുന്നത്? അപ്രോക്സിമേറ്റ്ലി, ഏകദേശം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്രോക്സിമേറ്റ്ലി, ഏകദേശം. ചിലപ്പോ ചില മെഷർമെന്റുകളോ ചില കാര്യങ്ങളോ യൂണിറ്റുകളോ നമുക്ക് കൃത്യമായിട്ട് ഇന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിനൊരു അപ്രോക്സിമേഷനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അപ്രോക്സിമേറ്റഡ് വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പ് കേട്ടോ.
ഇങ്ങനെ നമ്മൾ ചരിഞ്ഞു കിടക്കുന്ന എസ് അല്ല, എസ് ഒരു ദീർഘമായിട്ട് ഇടുക, അലസമായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ എസ് ചെയ്തില്ലേ, ആ ഒരു ഷേപ്പിൽ കിടക്കുന്ന പോലെ. അടുത്തത് ഏതാണ്? X2, റൈംസ് 2 എന്നാണ് അർത്ഥം. റൈംസ് 2 അതാണ് X2നെ സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്തത് പെർ യൂണിറ്റ്, പെർ അവർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ലാഷ് നമ്മൾ ഇടാറുണ്ട് അല്ലെ, സ്ലാഷ്, അത് പെർ എന്നതിനെ സൂചിപ്പിക്കാനാണ്. അടുത്തത് ഈക്വൽ ടു ഇട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടി ഒരു വര, അപ്പൊ നോട്ട് ഈക്വൽ ടു എന്ന് കാണിക്കാനാണ്. തുല്യമല്ല, സമമല്ല, അപ്പൊ നോട്ട് ഈക്വൽ എന്ന് കാണിക്കാനാണ് ഈക്വൽ ടു ഇട്ടിട്ട് ഇടയിൽ കൂടി ഒരു സ്ലാഷ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഏതാണ്? ഗ്രേറ്റർ ദാൻ. അതൊക്കെ നമ്മൾ മാത്സിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇടത്തോട്ട് വാ തുറന്നിരിക്കുന്ന രീതിയിൽ വി എഴുതാം, ഇടത്തോട്ടേക്ക് വാ തുറന്നിരിക്കുന്ന രീതിയിൽ വി എഴുതാം, അതാണ്. അപ്പൊ ലെസ് ദാൻ എന്ത് വരും? നേരെ തിരിച്ച് വലത്തോട്ടേക്ക് വി, എന്താ പറയാ, വാ തുറന്നിരിക്കുന്ന രീതിയിൽ വി എഴുതും. അപ്പൊ അങ്ങനെയാണ് ലെസ് ദാനിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെന്താ? ക്വസ്റ്റ്യനബിൾ അല്ലെങ്കിൽ പോസിബിൾ, ചോദ്യം, എന്തെങ്കിലും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യനബിൾ എന്ന് പറഞ്ഞാൽ അതാണ് സാധ്യത. ഇത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആളുകൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത്. അടുത്തത് ഒരു ട്രയാങ്കിൾ കുഞ്ഞിത് വരച്ചാൽ ഡെൽറ്റ അല്ലെങ്കിൽ ചേഞ്ച് എന്നാണ് സൂചിപ്പിക്കുക. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്ന് തന്നെയാണ് മീനിങ് കേട്ടോ. ചേഞ്ചിനെ സൂചിപ്പിക്കാനുള്ളത്. വ്യത്യാസം, എത്ര വ്യത്യാസമുണ്ട്? നേരത്തെ ഇത്ര ഡിഗ്രി പനി ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്ര ഡിഗ്രിയാണ്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ ദ ടെമ്പറേച്ചർ? ടെമ്പറേച്ചറിലുള്ള അളവിൽ വ്യത്യാസം. അല്ലെങ്കിൽ നേരത്തെ ഇത്ര കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു കുട്ടിക്ക്, എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗിയുടെ വെയിറ്റ് നോക്കുകയാണ്. നേരത്തെ ഇത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ഇത്രയായി, അപ്പൊ എത്ര വെയിറ്റ് കൂടി അല്ലെങ്കിൽ കുറഞ്ഞു, അതൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് ആ ചേഞ്ച് കാണിക്കാനാണ് ഡെൽറ്റ എന്ന് പറയുന്ന ആ ഒരു സിമ്പൽ ഉപയോഗിക്കുക. ഒരു ചെറിയ ട്രയാങ്കിൾ ഷേപ്പാണ്. അടുത്തത് ഏതാ? അടുത്തത് മൈനസ്. അത് നെഗറ്റീവിനെ സൂചിപ്പിക്കാന്നാണ് നമുക്കറിയാം എല്ലാവർക്കും. നെഗറ്റീവിനെ സൂചിപ്പിക്കാൻ മൈനസ് ആണ് ഉപയോഗിക്കുക. അതിന്റെ തൊട്ട് അപ്പുറത്ത് രണ്ട് സിമ്പൽ കൂടി കിടക്കുന്നുണ്ട്. പേജിൽ നിങ്ങളുടെ ഒരെണ്ണം കിടപ്പുണ്ട് അല്ലെ, നിങ്ങളുടേത് ഒരെണ്ണം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു തല, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വര വെച്ച് ഒരു ടീ മറിച്ചിട്ട് ഒരു സംഭവം അതിന്റെ കൂടെ ചേർത്ത് വെക്കുമ്പോൾ അത് ഫീമെയിലിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ്. ഫീമെയിൽ, അപ്പൊ ഫീമെയിൽ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഫീമെയിൽ ആണെങ്കിൽ അവർ ആ ഒരു സിമ്പല വരയ്ക്കാം. അതേസമയം മെയിലിനെ സൂചിപ്പിക്കുമ്പോൾ 0 ഇട്ടിട്ട് ഒരു ചെരിഞ്ഞ ആരോ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ചെരിഞ്ഞ ആരോ മാർക്ക് കാണുന്നത് ശരിയാണോ നോക്കിയേ? നിങ്ങളുടെ നോട്ടില് ക്ലിയർ ആണോ? നോട്ടില് പ്രിന്റ് എടുത്തപ്പോ വിസിബിൾ ആകുന്നുണ്ടോ ശരിക്കും? ഓക്കെ. അപ്പൊ ഇതാണ് മെയില് ഫീമെയില്. ഫീമെയില് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ്, മറ്റേത് കുറച്ചിങ്ങനെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ചരിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നതാണ് മെയിൽ എന്ന് പറയുന്നത്. ഇത് ഈ 2 പേജും വലിയ കുഴപ്പമില്ല അല്ലെ, കാരണം അവസാനത്തെ 2 പേജ് വലിയ പ്രശ്നമില്ല. അതിനകത്ത് കുറച്ച് സിമ്പിൾസും കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളൊക്കെ ഉള്ളൂ. ഓരോ അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അബ്രീവിയേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് തീർന്നു. എത്ര അബ്രീവിയേഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് പഠിച്ചത്? എത്ര ദിവസം എടുത്തു നമ്മളിത് പഠിക്കാൻ? 327 അബ്രീവിയേഷൻസ് മാത്രമുണ്ട്. 327. ഓക്കെ. അപ്പൊ ഈ 327 അബ്രീവിയേഷൻസ് നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾക്ക് ഞാൻ കുറച്ചൊക്കെ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. ഇനി നമ്മൾ അതിന്റെ ഇടയിൽ ഒരു സംഭവം വിട്ടിട്ടുണ്ടല്ലേ? വിട്ടിട്ടില്ലേ? വിട്ടില്ല? എല്ലാ ദിവസവും ക്ലാസ്സിൽ വിട്ടിട്ടുണ്ട്. ഏതാ? കോമൺ റൂട്ട് വേർഡ്സ് ആണ് വിട്ടേക്കണേ അല്ലെ. റൂട്ട് വേർഡ്സ് അത് കുറച്ചുണ്ട്, അത് മാത്രമേ വിട്ടിട്ടുള്ളൂ. അത് നമ്മള് എന്താ പറയാ, പ്രിഫിക്സും സഫിക്സും ഒക്കെ ഒരുപാട് കുറെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് കഴിഞ്ഞപ്പോ നമുക്കൊരു ബോറടിക്കുന്ന പോലെ തോന്നിയതുകൊണ്ടാണ്. മറ്റേത് റൂട്ട് വേർഡ്സ് അതൊരു 79 തന്നെ ഉള്ളൂ. അത് നമുക്കൊരു ഒറ്റ ക്ലാസ് കൊണ്ട് പറഞ്ഞു തീർക്കാം. ഒന്നും നമ്മൾ കാണേണ്ട പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ചിലതൊക്കെ മനസ്സിലാക്കി എളുപ്പം ഇരിക്കാം. ഇന്ന രോഗവുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ന എന്താ പറയാ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ടത്, അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഓർമ്മയിൽ ഇരിക്കാനായിട്ട് എളുപ്പം സൂക്ഷിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പൊ അതുകൂടി ഒന്ന് നോക്കിയാൽ, എന്നിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാം. നോക്ക്, ഇതിനകത്ത് എഴുതാനൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ.
നമ്മള് എവിടെ തുടങ്ങി എവിടെ വരെ ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞ ദിവസം വരെ ഒന്ന് ഏതെങ്കിലും എവിടെ വരെ ഒന്ന് എഴുതിയെന്നൊന്ന് പറയാമോ? RH. ആർ What is RHP? ഏറ്റവും അവസാനം എഴുതിയത് അതാണോ? Yes, teacher. നമ്പർ ഒന്ന് പറയൂ, എത്രാമത്തെ നമ്പർ വരെയാണെന്നൊന്ന്. 255. അവിടെ വരെ എഴുതി, കഴിഞ്ഞ ക്ലാസ് വരെ എഴുതിയതാണല്ലേ? ഓക്കെ. ഞാൻ കുറച്ച് ബാക്കിലാന്ന് വിചാരിച്ചു. 255 വരെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതി. അപ്പൊ ഇന്നത്തെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതിക്കോ, കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. What is the abbreviation for right upper abbreviation for കഴിഞ്ഞിട്ട് ഇൻവെർട്ടർ കോമയിൽ എഴുതാട്ടാ. റൈറ്റ് RIGHT റൈറ്റ് അപ്പർ quadrant of the abdomen ABDOMEN right upper quadrant of the abdomen. അടുത്ത ക്വസ്റ്റ്യൻ, how can we abbreviate registered nurse? രജിസ്റ്റേർഡ് നഴ്സിനെ നമുക്ക് എങ്ങനെ അബ്രീവിയേറ്റ് ചെയ്യാം? അടുത്തത്, what means situated under the tongue? TONGUE. Situated under the tongue എന്നത് എന്തുകൊണ്ടാണ്, എന്തിനെ ഉദ്ദേശിക്കുന്നതാണെന്നാണ് ചോദ്യം. situated under the tongue എന്നുള്ളത് ഇൻവെർട്ടർ കോമയിൽ എഴുതാട്ടാ. situated under the tongue. Next question, the situation where where heart suddenly beats much faster than normal is called dash. അടുത്തത്, which are the abbreviated forms of subcutaneous SUBCutaneous subcutaneous.
Next one. How can we abbreviate? How can we abbreviate symptoms? Symptoms. 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 Next one. Expand. 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 URI. URI. Expand URI. Next one. What is the simple? What is the simple used? What is the symbol used to abbreviate? To abbreviate change. CHANGE. Symbols എന്തായാലും പഠിക്കണം കേട്ടാ. സിമ്പിൾസ് എല്ലാം പഠിക്കണം. അത് ക്വസ്റ്റ്യനിലിടും. മറ്റേത് കുറച്ച് പാടുള്ള വാക്കുകളൊക്കെയാണല്ലോ, അതുകൊണ്ടാണ്. ഇത് വലിയ പാടുള്ള വാക്കുകളൊന്നുമല്ല. സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും, ഏതൊക്കെ എന്തിനു ഡിനോട്ട് ചെയ്യുന്നു എന്നൊക്കെ. അത് വലിയ പ്രശ്നമുള്ളതല്ല. അതായത് ലാസ്റ്റ് പേജില് പിന്നെ ഏറ്റവും അവസാനം വേറെ ഒറ്റ പേജിലായിട്ട് ഒരെണ്ണം കിടക്കണ്ട, അത് വേണ്ട. അപ്പൊ അത് ഒരുമിച്ചാണ് ഞാൻ ഉദ്ദേശിക്കണേ. ഇത് 327 വരെയുള്ളത്. ഏത് തുടങ്ങിയാണെന്നറിയോ? പേജ് നമ്പർ ഞാൻ പറയാം. 304 തുടങ്ങി 327 വരെയുള്ളത് എന്തായാലും ഫുള്ള് എല്ലാവരും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വേഗം ഒന്ന് ആൻസർ ചെയ്തായിരുന്നു. പെട്ടെന്ന് ആൻസർ ചെയ്തേ. ആൻസർ ചെയ്തു. കഴിഞ്ഞ് എല്ലാവരെയും കഴിഞ്ഞോ? നവമി, ഷാരോണൊക്കെ കഴിഞ്ഞോ? ഇല്ല മിസ്സേ. ആ, ഇത് കഴി വേഗം. കഴിയുമ്പോ പറയണോട്ടാ വേഗം.
കുഞ്ഞില്ല കിട്ടാത്തത് കൊണ്ടാണോ കഴിയാത്തെ? നമ്മുടെ കിടക്കം തന്നെയല്ലോ ചോദിച്ചത്. ഷാരോൺ എഴുതി കഴിഞ്ഞോ ആൻസർ? ഇല്ല മിസ്സേ. കിട്ടാത്തത് കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല. അടുത്തത് അപ്പൊ വായിക്കുമ്പോ ഏതാന്ന് വെച്ചാൽ ആൻസർ ചെയ്താൻ പറ്റും. ജാസ്മിൻ ഒന്ന് വായിക്കാമോ ക്വസ്റ്റ്യനും ആൻസേഴ്സും? Okay, teacher. Ah. What is the abbreviation for right upper quadrant of the abdomen? RUQ. How can we abbreviate registered nurse? RN. RN. Okay, registered nurse ന്റെ abbreviation ആണ് RN. Okay. What means is situated under the tongue? അതായത് SL, sublingual. സബ്ലിംഗ്വൽ. അതെ, സബ്ലിംഗ്വൽ ആണ് അണ്ടർ ദ ടങ്ങിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത്. The situation where heart suddenly beats much faster than normal is called SVT. SVT. Okay. SVT. Which are the abbreviated form of subcutaneous? SUB/Q, SQ and SC. SC. ഇത് മൂന്നുമാണ്. അത് മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ മൂന്നും എഴുതാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്തത്. How can we abbreviate symptoms? Symptoms. SX, SYM and S/S. അതായത് SX അല്ലെങ്കിൽ SYM അല്ലെങ്കിൽ S/S. ഇത് മൂന്നും സിംറ്റംസിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അടുത്തത്. Expand URI. Upper respiratory infection. ശരിയാണ്. What is the symbol used to abbreviate change? ഒരു ചെറിയ ട്രയാങ്കിൾ കേട്ടാ. തീർന്നോ? ഓക്കെ. ഓക്കെ, അടുത്തത് കോമൺ റൂട്ട് വേർഡ്സിന്റെ ആ ഒരു കുറച്ചുള്ള പേജ് അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് നിർത്താം. കോമൺ റൂട്ട് വേർഡ്സ് എടുക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ തീർന്നല്ലോ, വെറുതെ സമയം കളയണ്ട. ആ കോമൺ റൂട്ട് വേർഡ്സിൽ നമുക്ക് എന്തൊക്കെയാണ് വാക്കുകൾ കൊടുത്തേക്കണം. ആ റൂട്ട് വേർഡ്സ് ഒക്കെ എനിക്ക് തോന്നണം ഒരുവിധം ആൽഫബറ്റ്സ് ക്രമത്തിലാണ് പോയേക്കണേ. ആൽഫബറ്റിക്കൽ ക്രമത്തിൽ തന്നെയാണ് പോയേക്കണേ കേട്ടാ. അപ്പൊ നോക്കിയാ റൂട്ട് വേർഡ്സും അതിന്റെ മീനിങ്ങും ആണ് കൊടുത്തേക്കണേ. റൂട്ട് വേർഡ്സും അതിന്റെ മീനിങ്ങും ആണ്. ACOU അക്കൗ. ഹിയർ കേൾക്കുക, കേൾവി, അതിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ്. അടുത്ത ADIP അഡിപ്പ്, ഫാറ്റ് എന്നതിനെ സൂചിപ്പിക്കാൻ, അതിന്റെ മീനിങ് അതാണ്. ADIP ഫാറ്റ് എന്നാണ് അതിന്റെ മീനിങ്. ALB എന്ന് പറഞ്ഞ ആൽബ്, ഒരു ചെറിയ ഹൈഫൻ ഉണ്ട്. വൈറ്റ് എന്നാണ് അതിന്റെ മീനിങ്. ALB വൈറ്റ്, WHIT വൈറ്റ് ആണ്. ALGES പെയിൻ, ആൽഗസ് പെയിൻ എന്നാണ് അതിന്റെ മീനിങ്. കണ്ട ഇതിന്റെയൊക്കെ മീനിങ് ആണ് വന്നേക്കണേ. ഓക്കെ, ANDR ആൻഡർ, മെയിൽ എന്നതിനെ സൂചിപ്പിക്കാനാണ് അതിന്റെ മീനിങ്. അതാണ് ANDR മീൻസ് മെയിൽ, പുരുഷന്മാർ. AORTA ആർട്ട, ലാർജ് ആർട്ടറി എക്സിറ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്. ലാർജ് ആർട്ടറി എക്സിറ്റിംഗ്, അതായത് ഒരു ചെറിയ എന്താ പറയാ ലാർജ് ആർട്ടറിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു എക്സിറ്റ് ചെയ്തു പോകുന്നത്, അത് പുറത്തേക്ക് പോകാനുള്ളത് ഒരു വഴിയാണ്. അത് എവിടെ നിന്നുള്ളത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന്, ഇടത് ഭാഗത്തുള്ള വെൻട്രിക്കിളിൽ നിന്ന് ടു ദ ഹാർട്ട്, ഹാർട്ടിലേക്ക്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ഇത്, അതാണ് AORTA, ലാർജ് ആർട്ടറി എക്സിറ്റിംഗ് ഫ്രം, പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി. എവിടേക്ക്? ഹാർട്ടിലേക്ക്. അടുത്ത് അക്വ, ഇത് വാട്ടർ ആണ്. നമ്മൾ നേരത്തെ H2O എന്ന് പറഞ്ഞതുപോലെ തന്നെ അക്വയും വാട്ടർ ആണ്. അടുത്തത് ASPHYXIA എന്ന് പറയുന്നത് എന്താണ്? ലാക്ക് ഓഫ് ഓക്സിജൻ ഓർ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ഓക്സിജന്റെ അളവ് കുറയുക അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുക. എവിടെ? ഇൻ ദ ബോഡി ദാറ്റ് റിസൾട്ട്സ് ഇൻ അൺകോൺഷ്യസ്നെസ്. അങ്ങനെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുക, വളരെയധികം കുറഞ്ഞു പോകുകയോ എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വളരെയധികം കൂടിപ്പോകും. ഈ രണ്ട് സാഹചര്യവും ഇത് അൺകോൺഷ്യസിന് കാരണമാകും. അതിന്റെ മീനിങ് ആണ് കേട്ടാ, ASPHYXIA. അടുത്തത് ആസ്തൻ, ASTHEN വീക്ക്, വളരെ വീക്കായത്, ക്ഷീണിച്ചത് എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഭയങ്കര സ്ഥിതി മോശമായത്. അടുത്ത ഓഡി, ഓഡിബിൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, AUDI ഓഡിബിൾ, അതിൽ നിന്ന് വന്നാക്കണ ഒരു എന്താ പറയാ റൂട്ട് വേർഡ് ആണ്. ഓഡിബിൾ ആകുക എന്ന് പറഞ്ഞാൽ കേൾക്കാൻ യോഗ്യമായത് എന്നർത്ഥം. അപ്പൊ ഇവിടെ ഓഡി എന്ന് മാത്രമേ ഉള്ളൂ, ടു ഹിയർ, കേൾക്കുക, കേൾക്കുക എന്നുള്ളതിന്റെ മീനിങ് ആണ് ഓഡി. അപ്പൊ ഇത്രയും ഇന്നത്തെ ഒരു റൂട്ട് വേർഡ് 10 പറഞ്ഞിട്ടുള്ളൂ. ACOU,
ഹിയർ എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹിയർ എന്ന് പറഞ്ഞ കേൾവി, അതാണ് കേട്ടാ. ഓഡി എന്ന് പറഞ്ഞാൽ ടു ഹിയർ, കേൾക്കുക എന്നുള്ളതാണ്. ADIP ഫാറ്റ് ആണ്. ALB വൈറ്റ്, ALGES പെയിൻ, ANDR മെയിൽ, AORTA ലാർജ് artery exiting from the left ventricle of the heart ആണ്. Aqua water, ASPHYXIA lack of oxygen or excess of carbon dioxide in the body that results in unconsciousness. Aston എന്നത് വീക്ക് അല്ലെങ്കിൽ ഓഡി എന്നത് ടു ഹിയർ. അപ്പൊ ഇത്രയും റൂട്ട് വേർഡ്സ് ആണ് അതിന്റെ മീനിങ്സ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ന് പഠിച്ചതിൽ ഒരു പേജ് മാത്രമേ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അബ്രിവിയേഷൻസ് ഞാൻ പറഞ്ഞുള്ളൂ, ലാസ്റ്റിലത്തെ ആ സിമ്പിൾസ് ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ മാത്രമല്ല പിന്നെ എക്സ്ട്രാ കുറച്ച് ഒരു 5-8 ഒക്കെ തന്നിട്ടുള്ളൂ അധികം പഠിക്കാനായിട്ട്. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾ ഇതൊന്നുകൂടി വായിച്ച് മനസ്സിലാക്കി വെക്കാം ഇതിന്റെ മീനിങ് ഒക്കെ ഓരോന്നിന്റെ. വായിച്ചു വെക്കാലോ അല്ലെ? കുഴപ്പമുണ്ടോ? ഇല്ല ടീച്ചർ. ഇല്ല. ഓക്കെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കണം. അത് തന്നെ പഠിക്കാനായിട്ട് നന്നായിട്ട് ഒന്ന് പഠിക്കാം. ഓക്കെ. ഓക്കെ ടീച്ചർ. താങ്ക് യു ടീച്ചർ. ബൈ. താങ്ക് യു. Thank you, Miss. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു.